കുംഭമേളയിലെ പെൺകുട്ടി മോണോലിസയുടെ ഭർത്താവ് മുഹമ്മദ് ഫർമാനെതിരെ പോക്സോ. ഇതൊരു വേട്ടയാടലാണോ? അവരെ കുടുക്കാൻ നോക്കുകയാണോ? മോണോലിസയുടെ കല്യാണത്തിൽ പങ്കെടുത്ത നേതാക്കളടക്കം മന്ത്രിമാരടക്കം കുടുങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. മാതൃഭൂമി അടക്കം എല്ലാ ചാനലുകളും പ്രമുഖ ചാനലുകൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. വൈറൽ ഗേളായ മോണോലിസ മൈനർ ആണെന്നും ഭർത്താവ് മുഹമ്മദ് ഫർമാൻ ഖാനെ പോക്സോയുടെ അടിയിൽ FIR എടുത്ത് ബുക്ക് ചെയ്തിരിക്കുന്നു എന്നുമാണ് ചെയ്യുന്നത്. ആ വാർത്ത എന്ന് പറയുന്നത് ഇതൊരു മേജർ ലീഗൽ കോൺട്രവേഴ്സിയായി മാറിയിരിക്കുകയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് NCST ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ്. മോണോലിസ അണ്ടർ ഏജ് ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് മോണോലിസയുടെ ജനന തീയതി 2008 ജനുവരി 1 എന്നാണ് മോണോലിസയും മുഹമ്മദ് ഫർമാനും പറയും. എന്നാൽ ഇവരുടെ അവകാശവാദം, ഞാൻ അവകാശവാദം എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഈ കമ്മീഷന്റെ അവകാശവാദം അവർ കല്യാണം കഴിച്ചത് 2009 ഡിസംബർ 30 2 വയസ്സിന്റെ വ്യത്യാസം വരുന്നുണ്ട്. ഈ കണ്ടെത്തൽ /ക്ലെയിം ആരോപണങ്ങളെ തുടർന്ന് മുഹമ്മദ് ഫർമാൻ ഖാനെതിരെ FIR ഇട്ടിട്ടുണ്ട്. പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് അറ്റ് മഹേശ്വർ പോലീസ് സ്റ്റേഷൻ അറ്റ് മധ്യപ്രദേശ് ഖാർഗോൺ ഡിസ്ട്രിക്ട്. അതാണ് സംഭവിക്കുന്നത്. 2 ദിവസം മുമ്പ് തങ്ങളെ കൊല്ലാനടക്കം പലരും ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ് മോണോലിസ ഒരു വീഡിയോ അഭ്യർത്ഥനയും നടത്തിയിരുന്നു. ഇതൊരു ലവ് മാരേജ് ആണ്, അത് ലവ് ജിഹാദായി മാറി എന്നാണ് ഇവരുടെ അവകാശവാദം. ഈ പ്രോബ് NCSTയുടെ ചെയർമാനായ അന്തർ സിംഗ് ആര്യയാണ് നടത്തിയത്. മോണോലിസ പാർധി ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്, അതുകൊണ്ട് അവരൊരു പാർധി കമ്മ്യൂണിറ്റിയിൽ പെട്ടതും മൈനറായ ആളുമാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അവകാശവാദം 2009 ഡിസംബർ 30 ആ പെൺകുട്ടിയുടെ ജനനം നടന്നതെന്നാണ്. 2008 ജനുവരി 1 ആ പെൺകുട്ടിയുടെ അവകാശവാദം. ഫേക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവരുണ്ടാക്കി എന്നാണ്. അതുകൊണ്ട് ആ ഫേക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും കല്യാണവും എല്ലാം ഉപേക്ഷിക്കണമെന്നുള്ളതാണ് ഇവരുടെ അവകാശവാദമായിരിക്കുന്നത്. ഞാനപ്പം കാര്യമായി ഈ അന്തർ സിംഗ് ആര്യ ആരാണ് എന്നൊന്ന് നോക്കി. ഈ അന്തർ സിംഗ് ആര്യ ഏത് പാർട്ടിക്കാരനാണ്? ഈ കമ്മീഷന്റെ അന്തർ സിംഗ് ആര്യ യഥാർത്ഥത്തിൽ BJP-കാരനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോ ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. BJP-കാരനായോണ്ട് കള്ളം പറയണം എന്നില്ല, പക്ഷേ BJP-കാരനാണ്. അപ്പോൾ BJP-കാരെന്നും ഉയർത്തുന്ന ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇവരെ കുടുക്കാൻ ശ്രമിക്കുന്നതാണോ കുറ്റം പറയാൻ കഴിയില്ല. കാരണം എന്ന് ചിന്തിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. കാര്യം തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് മോണോലിസ 2 ദിവസം മുമ്പ് വളരെ വിശദമായൊരു വീഡിയോ അയച്ചിരുന്നു. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പരസ്പരം വന്നിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പൊ അവിടെയാണ് നമുക്ക് ഏത് രീതിയിലാണ് ഇതിന്റെ സത്യം അറിയുക എന്നുള്ള ചോദ്യം വരുന്നത്. എന്തായാലും ഇവരുടെ ലൈഫിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മാറരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം ഈ പോക്സോ ഒക്കെ വ്യാജമായിട്ട് എടുത്താലേ ഈ പെൺകുട്ടിക്ക് ഇപ്പം വീട്ടുകാരോട് ഉടക്കാണ്. ഇനി ഈ പയ്യനെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് വെളിയിറങ്ങിയാൽ ഇവരുടെ ജീവിതത്തിൽ ആരും ഇല്ലാതാകും. അപ്പോൾ ഇത് വീട്ടുകാർ യൂസ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പോലെ വ്യാജ പരാതി ആകാൻ സാധ്യതയുണ്ട്. അതിന് പ്രത്യേകിച്ച് വ്യാജ പരാതിയോടൊപ്പം ഒരു വർഗീയ ആംഗിളും കൂടെ വരികയാണെങ്കിൽ ആ രീതിയും കൂടെ ഉണ്ടാവും. അപ്പം കേരളത്തിൽ ഇവർ വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്നു. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ തമാശ അന്ന് വന്ന വാർത്തകളും ഞാൻ എടുത്തു നോക്കി. അന്ന് വന്ന വാർത്തകളിൽ ഏറ്റവും പ്രമുഖമായി അന്ന് തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ ഇത് വേരിഫൈ ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകളും വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കേരളം വേരിഫൈ ചെയ്തു. ആ വേരിഫൈ ചെയ്തതിന് ശേഷമാണ് ഇവരുടെ കല്യാണത്തിന് അനുമതി കൊടുത്തത്. അപ്പോൾ സത്യം എന്താവും എന്നറിയില്ല. പൊതുവെ വലതുപക്ഷ മാധ്യമങ്ങളാണ്, തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളായ ഓപ്പ് ഇന്ത്യ അടക്കമുള്ളതാണ് ഇത് കത്തിക്കുന്നത്. അപ്പോ ഒരടിക്ക് തന്നെ 2-3 പേരെ ഒരുമിച്ചടിക്കാന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ SC/ST ആക്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇവനെതിരെ ചുമത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കെല്ലാം അറിയാം അവരുടെ കൺസെന്റോട് കൂടിയാണ്, ആ പെൺകുട്ടിയുടെ താല്പര്യത്തോടെയാണ് വിവാഹം കഴിച്ചതെന്ന്. ഇത് മുഹമ്മദ് ഫർമാനെ കൊടുക്കാനുള്ള നീക്കമാണോ? അങ്ങനെയല്ല, ജെനുവിൻലി മൈനർ ആണോ? അവർ പ്രൊഡ്യൂസ് ചെയ്ത ഡോക്യുമെന്റ്സ് ഫേക്ക് ആണോ? സംശയം ഉയർത്തേണ്ടിയിരിക്കുന്നു. ഇനി അന്നത്തെ മനോരമയിൽ വന്നൊരു വാർത്തയും കൂടിയാണ്. അന്നത്തെ മനോരമയുടെ വാർത്തയിൽ കൃത്യമായി പറയുന്നത് കേരളത്തിൽ K-SMART എന്ന് പറയുന്ന ഒരു വേരിഫിക്കേഷൻ ഏജൻസി ഉണ്ട്. കേരള സ്പീഡ് ട്രാക്ക് രജിസ്ട്രേഷൻ പ്രോസസ് യൂസിങ് K-SMART വെച്ച് ആണ് ഇവർ ചെയ്തത്. ആ K-SMART-ൽ ഇവർ
ഈ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാരേജ് രജിസ്റ്റർ ചെയ്തത് കോമൺ മാരേജ് ആക്ട് പ്രകാരമാണ്. ഓൾ പ്രൂഫ് റിലേറ്റഡ് ടു ഏജ്, റെസിഡൻസ്, റിലീജിയൻ, ഇവ പ്രായം, സ്ഥലതാമസം, മതം ഇതെല്ലാം വെരിഫൈ ചെയ്തു. അണ്ടർ ഏജ് മാരേജ് അല്ല. എന്നിട്ട് K-SMART വെച്ച് വെരിഫൈ ചെയ്തതിൽ 2008 ജനുവരി 1 മഹേശ്വർ വെസ്റ്റ് മിഹാർ MP, നഗർ പഞ്ചായത്ത് മഹേശ്വർ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ക്രോസ് വെരിഫൈ ചെയ്തു എന്നും പറയുന്നു. അപ്പം K-SMART പോർട്ടലിലൂടെ അവർ അവിടുത്തെ മധ്യപ്രദേശിൽ കൊടുത്ത ബർത്ത് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തു. ഇപ്പം വീട്ടുകാരുടെ അടിയുടെ ഭാഗമായി ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നതാണോ തുടങ്ങിയ കാര്യങ്ങൾ വളരെ സംശയം ജനിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും കള്ളക്കേസാണെങ്കിൽ കള്ളക്കേസ് വെച്ച്, വർഗീയത മനസ്സിൽ വെച്ച്, മതം മനസ്സിൽ വെച്ച് ഇവരെ കൊടുക്കരുത്. വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് നിർമ്മിച്ചെങ്കിൽ അത് വളരെ സീരിയസ് ആയ ഒരു നിയമപ്രശ്നമാണ്. ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് ഇനി അച്ഛനും അമ്മയും ഒക്കെ ഇവരോട് എതിർത്ത് നിൽക്കുകയാണ്. അച്ഛനും അമ്മയും അവിടുത്തെ രാഷ്ട്രീയക്കാരും കൂടെ ഒരുമിച്ച് ഇവരെ പിരിക്കാനും ഇവരെ തകർക്കാനും വേണ്ടി ഗൂഢാലോചന നടത്തുന്നതാണോ എന്നറിയില്ല. അത് മറ്റൊരു ആംഗിളാണ്. അപ്പൊ എന്തായാലും ഇവരുടെ ജീവിതത്തെ നമ്മൾ നമ്മുടേതായ ജാതി, മത, രാഷ്ട്രീയ പരിഗണനയിൽ നശിപ്പിക്കാൻ നോക്കരുത്. അത് വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. അവരുടെ ലൈഫിനെ ബാധിക്കുന്ന വിഷയമാണ്. ആ പയ്യൻ മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ട വിഷയമാണ്. ഇവൾ ആരുമില്ലാതെ അവിടെ നിൽക്കേണ്ടി വരുന്ന വിഷയമാണ്. അല്ലെങ്കിൽ മോണോലിസ ആരുമില്ലാതെ നിൽക്കുന്ന വിഷയമാണ്. എത്രയും പെട്ടെന്ന് ഇത് റിസോൾവ് ആകട്ടെ. നമ്മുടെ സങ്കുചിത ജാതി, മത, വർഗീയത ഇതിന്റെ ഭാഗമായി മാറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.